ബാലിൻ്റെ പുരോഹിതന്മാർ തോറ്റുമടങ്ങുമ്പോൾ ഏലിയ പറയുകയാണ്, ഇനി എൻ്റെ ഊഴമാണ്. ഏലി ആദ്യം ചെയ്യുന്ന പ്രവൃത്തി തകർന്നു കിടന്ന ദൈവത്തിൻ്റെ ബലിപീഠത്തിൻ്റെ കല്ലുകൾ. പ്രിയപ്പെട്ടവരെ, അതൊരു ചരിത്രപരമായ വസ്തുത കൂടെയാണ്. ഇസ്രായേൽ ജനം 12 ഗോത്രങ്ങളുണ്ടായിരുന്ന ഇസ്രായേൽ ജനം ചിന്നിച്ചിതറിക്കപ്പെട്ട് കിടക്കുകയാണ്. 12 കല്ലുകൾ അടക്കി വയ്ക്കുകയാണ്. 12 കല്ലുകൾ, ഓരോ ഗോത്രത്തെയും സൂചിപ്പിക്കുന്ന 12 കല്ലുകൾ ജനത്തെ മുഴുവൻ ഒരുമിച്ച് കൂട്ടുന്നതിൻ്റെ പ്രതീകമാണ്. അതിൻ്റെ മീതെ ഇതാ വിറക് കുരിശിൻ്റെ പ്രതീകമാണ്. അതിൻ്റെ മീതെ ബലിവസ്തു, കാളക്കുട്ടിയെ അറുത്ത് വയ്ക്കുകയാണ്. ബലിയർപ്പണ വസ്തു ക്രിസ്തു തന്നെയാണ്. ആ ബലിവസ്തുവിൻ്റെ മീതെ 12 കുടം ജലമൊഴിക്കുകയാണ്. അത് പുതിയ സ്നാനത്തിൻ്റെ പ്രതീകമാണ്. ജലമൊഴിച്ചതിൻ്റെ മറ്റൊരു കാരണം കൂടെയുണ്ട്. ഈ ബലിവസ്തുവും വിറകും കല്ലുകളും ഉഴവുചാലുകളും ജലം കൊണ്ട് നിറഞ്ഞു കിടക്കുന്നു. അതായത് ഇനി ഒരു മനുഷ്യന്റെ അഗ്നിക്കും ഇത് ദഹിപ്പിക്കാൻ പറ്റുകയില്ല. നാളെ മറ്റൊരാൾ പറയരുത്, നിങ്ങളുടെ തീ ഇറങ്ങിയത് നിങ്ങൾ ഒളിപ്പിച്ചു വെച്ച തീയാണെന്നൊരാളും ദൈവത്തെ സംശയിക്കരുത് എന്നൊരു തീഷ്ണത കൂടെ ഏലിയായിക്കുണ്ട് എന്ന് വേണം പറയാൻ.